സമാധാനത്തിന്റെ നോബൽ പുരസ്കാരം പ്രഖ്യാപിക്കാനിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിന്റെ ആവശ്യമാണ്, അതിൽ നെതന്യാഹു സമ്മർദ്ദത്തിലാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. മാത്രവുമല്ല, ഇസ്രയേലിൽ തീവ്ര വലതുപക്ഷ മന്ത്രിമാരുൾപ്പെടെ വലിയ രീതിയിൽ, അതായത് ഇത്തരത്തിലൊരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ വലിയ എതിർപ്പ് ഇപ്പോഴും പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഇസ്രയേലിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇതാണ് വലിയൊരു ആശങ്കയായിട്ട് നിലനിൽക്കുന്നത്. കാരണം നേരത്തെയും ഇപ്പോൾ ജനുവരിയിലൊക്കെയും ഒരു വെടിനിർത്തൽ കരാർ ഏറെക്കുറെ ഒരു പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പോലും അതിനെ തകിടം മറിക്കാൻ, അട്ടിമറിക്കാൻ നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷേ ഇത്തവണയും അത് ആവർത്തിക്കുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത്തരമൊരു അവസരം ഉണ്ടാകില്ല, അതിന് താൻ അനുമതി നൽകുകയില്ല എന്നൊരു വളരെ ഉറച്ച ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ തൽക്കാലം ട്രംപ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ചയാണ് ഇപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിക്കാനിരിക്കുന്നത്. അത് എന്ത് വില കൊടുത്തും അത് ട്രംപിന് ഉറപ്പാക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയിലാണ് ഇപ്പം അമേരിക്കൻ ഭരണകൂടം അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഒരുക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ നേരിട്ട് തന്നെ അതിൽ പങ്കാളിത്തം വഹിക്കണമെന്നൊരാഗ്രഹം ട്രംപ് പ്രകടിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കെയ്റോയിൽ നടക്കുന്ന ചർച്ചകൾ ഈ 3 ദിവസത്തെ ആറ്റിക്കുറുക്കി എടുത്താൽ വളരെ വളരെ പോസിറ്റീവാണ് എന്ന ഒരു പ്രതികരണം വരുന്നുണ്ട്. ചർച്ചകൾ അവിടെ നടക്കുമ്പോഴും ഗസയിൽ ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ ഇന്നും മനുഷ്യർ കൊല്ലപ്പെടുന്നു. ഗസയിലെ വിവരങ്ങൾ കൂടി. ഗസയിൽ നിന്നിപ്പോൾ 8 പേര് കൊല്ലപ്പെടുകയും 61 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, വ്യാപകമായിട്ടുള്ള നശീകരണ പ്രവർത്തനങ്ങൾ ഇസ്രായേൽ സേന ഇന്നലെയും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം റിമോട്ട് നിയന്ത്രിതമായിട്ടുള്ള റോബോട്ടുകളും മറ്റും നയിച്ചുകൊണ്ട് സ്ഫോടനം നടത്തിക്കൊണ്ട് നിരവധി കെട്ടിടങ്ങൾ തകർക്കുകയും അടിസ്ഥാന സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുക എന്നൊരു കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഗസ സിറ്റിയിലും അതോടൊപ്പം തന്നെ ഗസയുടെ വിവിധ ഭാഗങ്ങളിലും ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വെടിനിർത്തൽ ചർച്ച ഇത്രയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ഘട്ടത്തിലും വ്യാപകമായിട്ടുള്ള നശീകരണവും കൂട്ടക്കുരുതിയും അത് തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഇസ്രായേൽ നേതൃത്വം, തീവ്ര വലതുപക്ഷ മന്ത്രിമാരും ഇസ്രായേൽ സൈനിക നേതൃത്വവും പ്രധാനമന്ത്രി നെതന്യാഹുവും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇപ്പോൾ പോലും ഒരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. ഇനി അമേരിക്ക അവരുടെ വളരെ ഇച്ഛാശക്തിയോടുകൂടി ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ഈ കരാർ ഈ ഘട്ടത്തിലും അവസാന ഘട്ടത്തിൽ അട്ടിമറിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്.